കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കല്. ഞാനിതാ സേഫ് ആയിട്ടിരിക്കണേ. അപ്പം ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച പണികളൊക്കെ ആയിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് ഇഞ്ചി വിത്ത് മുക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇഞ്ചി വിത്ത് മുക്കിയതിൻ്റെ ബാലൻസ് നമ്മുടെ ഒരു ചാണകപ്പാലുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആയി കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഗാർഡനിൽ ഒഴിച്ചു കൊടുക്കണേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്ലവറിങ് കൂടി പൂച്ചെടിയൊക്കെ നല്ല ഉഷാറായി വരും. അപ്പോൾ എന്നാലും ഒട്ടും വേസ്റ്റ് ആക്കാതെ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കൊണ്ടുവച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയൊക്കെ ചിലപ്പോൾ സെറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എല്ലാ അടിക്കും പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് താഴെ 3-4 ഇഞ്ച് വിത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ ചാണകപ്പാലും ഒഴിച്ചിട്ട് ലാസ്റ്റ് ബാലൻസ് വരുള്ളൂ. അപ്പോൾ അതിന് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മെലസ്റ്റോമയ്ക്ക് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. മെലസ്റ്റോമിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അടിയിലേക്ക് ഇതാ അങ്ങനെ പൊട്ടി കിളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ഇഞ്ചി വിത്തൊക്കെ കയറി വരുന്നുണ്ട്. അതേപോലെ നോക്കുമ്പോൾ മെലസ്റ്റോമിൽ ഒരുപാട് മുട്ടുണ്ട്. അപ്പോൾ ഒരു ടൈമിൽ ഫ്ലവറിങ് ഫുൾ അടിനെ കഴിഞ്ഞ് മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ ഒരുപാട് തളിരി ഇലകളൊക്കെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ തളിരി ഇലകളിലും ഒരുപാട് മുട്ട ഇങ്ങനെ കിളകളായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്ലവറും ഉണ്ട്. ഇപ്പോൾ എന്തായാലും അധികം വൈകാതെ നമുക്ക് ഈ ഒരു മെലസ്റ്റോമിയുടെ ഇല കാണാതെ ഫുള്ള് പൂവായിരിക്കും എനിക്ക് തോന്നുന്നു മുട്ട കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറക്കി നട്ടുകൊണ്ട് നമുക്ക് ആ മേൽഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ചെടിയിലേക്ക് അത്യാവശ്യം നല്ല അടിനെ കിട്ടും. അപ്പോൾ നമ്മൾ താഴേക്ക് ഒഴിക്കേണ്ട ആവശ്യം. താഴേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോകും. അപ്പോൾ മേളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം അതിൻ്റെ ഒരു ഗുണമൊക്കെ അവിടെ നിന്നോളൂ. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു ഫ്ലവർ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ ഒരു കളറുകൾ നമ്മുടെ മെലസ്റ്റോമയുടെ ഏകദേശം ഒരു സെയിം ആണ് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് വേറൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ലവറാണേ. അപ്പോൾ ഇതിൻ്റെ സെയിം വെറൈറ്റി ആട്ടോ ഇത്. അപ്പോൾ കളർ ചേഞ്ച് ആണെന്ന് പറയാം. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കാളും കുറച്ച് സൈസ് കുറവല്ല അതിനിപ്പോൾ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സൈസും ഉണ്ട്. നന്നായിട്ട് അടിയിലേക്കൊക്കെ പൊട്ടി തുളിർക്കും കൂടി ചോദിച്ചു നമ്മൾ ഇതേപോലെ ചാണകപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ ചട്ടിയിൽ ഇരിക്കുന്നത് കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ നീങ്ങിയിട്ട് ഒന്ന് ഓർഡർ തെറ്റിയിട്ടാണ് ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അത് വേറെ നേരം നമ്മളിവിടെ ഒന്ന് നീറ്റാക്കുന്ന ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വെച്ചതാട്ടോ. കാരണം നമുക്ക് അതിൻ്റെ അടിയിലുള്ള ഒരു കാടൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ഐഡിയ മനസ്സിലുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് സക്സസ് ആയിട്ട് വേണമെന്ന് ഓർഡർ ചെയ്തിട്ടൊന്ന് കറക്റ്റ് ലെവലിൽ വെക്കാമെന്ന് വിചാരിച്ചാണ്. അതൊന്നും മാറ്റി ഇപ്പോൾ സെറ്റാക്കി വെക്കാതിരിക്കുന്നത്. എന്നാലും അധികം വൈകാതെ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. അതേപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ട കൂട്ടുകാർക്ക് അറിയണ്ടാവും ഈ ഒരു പ്ലാന്റ് എന്താണെന്ന്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ നമ്മൾ നട്ട് ആ ഒരു ടൈമിൽ ഇത്രയും ഫ്ലവറോ ഇത്രയും ലീഫൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുക അത്യാവശ്യം ഇങ്ങനെ വട്ടം വീശി വരുന്നുണ്ട്. നല്ല ക്യൂട്ടാണ് ഈ ഒരു ഫ്ലവർ കാണാൻ വേണ്ടി. കറക്റ്റ് ബട്ടർഫ്ലൈൻ്റെ സെയിം ആ ഒരു ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ എതിലുകളും ഇപ്പോൾ 4 ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ എതിലുകളും ഓരോ പൂമ്പാറ്റകളുടെ അതേ സെയിം ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഒരുപാട് കുഞ്ഞിന് അതിഥികൾ വന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പോർട്സ് ചെടി ഉണ്ട്. അതായത് നമ്മുടെ കാശിത്തുമ്പ ചില സ്ഥലങ്ങളിൽ സ്പോർട്സ് ചെടി എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറേ വിത്തുകൾ ഇങ്ങനെ പൊട്ടിക്കിളിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാടാമ്പുല്ലി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് നോക്കിയിട്ട് അധികം വൈകാതെ ഒന്ന് പറിച്ച് നടാനുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഗാർഡനിൽ തന്നെ ഒരുപാട് വർക്കുകൾ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു ആന്തൂറി നട്ടു വെച്ച ഗ്രോ ബാഗാണിത്. അപ്പോൾ ഈ ഒരു അവസ്ഥ നോക്ക്. ഇപ്പോൾ ഇതിൽ ഒരുപാട് പുതിയ നമ്മുടെ ഒരു വാടാമുല്ലയുടെ പ്ലാന്റ്സ് ഒത്തിരി ഉണ്ടായിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ചാണകപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ ഒരു തൈ കുറച്ചുകൂടി ഹെൽത്തി ആവുമല്ലോ. എൻ്റെ ആവണിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ കൂടെ പൂച്ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ടേ. വൈകുന്നേരം ആയ ആളുടെ മെയിൻ പരിപാടി അത് തന്നെയാണ്. പിന്നെ അവസാനം അവളെ കുളിപ്പിക്കാനാവും അല്ലേ ആവണിക്കുട്ടി. ഇപ്പം എല്ലാവരുടെയും നമ്മുടെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണ്. അപ്പോൾ നമ്മുടെ മുല്ലയിൽ ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി മൊട്ടുണ്ട്. ആ മുല്ലയുടെയൊക്കെ ചൂട്ടി പോകുമ്പോൾ ആ ഒരു മുല്ലപ്പൂത്ത ഒരു മണം ഒരു മൂക്കിലേക്ക് ഇങ്ങനെ കുത്തി കയറും. അത്രയും നല്ലൊരു മണമാണല്ലോ.
അമ്മേനെ കൂടുതൽ നമ്മുടെ ഈ ഒരു കലക്കി വെച്ചാൽ ചാണകപ്പാൽ ഫുള്ളായിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാമായിരിക്കും, നമ്മുടെ മുന്നത്തെ വീഡിയോ ഇവിടേക്ക് ഒരുപാട് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കാണാത്ത വേറെ തന്നെ നമ്മുടെ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ സെക്ഷൻ വെച്ചിട്ട് പല സ്ഥലങ്ങളായിട്ട് മാറ്റിയിരിക്കണം. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കണം. എന്നാലും അതൊക്കെ വൈകാതെ തന്നെ നമ്മളെന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. ചാണകപ്പാൽ കലക്കി ഒഴിക്കുന്നത് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ആവണിക്കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓസ് ഞാൻ ഇവിടെ നനയ്ക്കാൻ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഒരു പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ മിറ്റൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് അറിയുണ്ടാവും. മിറ്റൊക്കെ ഫുള്ള് നനഞ്ഞു തുടങ്ങുക. അപ്പോൾ മഴ പെയ്ത് നനഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ചധികം പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നനഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവണിക്കൂടി ഫുള്ളായിട്ട് കുളിച്ച് നിൽക്കുക കേട്ടോ. ആളെന്തായാലും അവളിനി കുറച്ച് കഴിഞ്ഞ് വേണം കുളിപ്പിച്ചെടുക്കാൻ, കാരണം കുറച്ച് നേരത്തെ പണികൾ കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഹാങ് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹാങ് പ്ലാന്റ് നല്ല ഉഷാറായി നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 തട്ടായിട്ടാണ് നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ 3ലും അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹാങ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു സൺലൈറ്റും കിട്ടിക്കോളും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ താഴേക്കും തട്ടടിച്ചിന് തൂങ്ങി നല്ല സെറ്റായി വരട്ടെ അല്ലേ. അതേപോലെ കൂടാതെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മളിവിടെ ഈ ഒരു പോട്ടിലാക്കിയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഒരു കറ്റാർവാഴയാണ്. അപ്പോൾ ഇത് അപ്പോൾ 2 പുതിയ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തൈകളാണ്. അതേപോലെ തന്നെ കൂടുതൽ എത്ര പേര് കണ്ടിട്ടുണ്ട് കറ്റാർവാഴയിൽ പുതിയ തൈകളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് തൈകൾ ഉണ്ടാവുന്നത്. അതേപോലെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ തൈകൾ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇതിൽ കിടക്കണ്ടേ, തുണികൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുമേ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് നനച്ച് കൊടുത്തത് നമ്മുടെ ആവണിക്കുട്ടി നനച്ച് അത്യാവശ്യം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ആ സംഭവം. ഈ ഒരു വലുതായി നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ കണ്ടോ. അപ്പോൾ ഇതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് വണ്ണം വെക്കുന്ന ഒരു സൈസ് തന്നെയാണ്. അതേപോലെ നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ നമ്മൾ ഒരുപാട് കൂടുതലൊക്കെ അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിനായാലും അതേപോലെ നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് നല്ല, പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായാലും ഇതൊരു ചെല്ലൊക്കെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നതായിട്ടൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ എന്തായാലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഓരോ ചുവട് കറ്റാർവാഴയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്കൊക്കെ നല്ലതായിരിക്കില്ലേ. അത് നമുക്കിവിടെ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എണ്ണയൊക്കെ കാച്ചുകൊണ്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് എവിടെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് പോട്ടുകളിലായിട്ടും കുറച്ച് ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ചെറിയ തൈകളൊക്കെ വരുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ പറിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിന് കൂടുതൽ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഇഞ്ചി വീസ് നന്നായിട്ട് നമ്മൾ മരുന്നിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാണകപ്പാലും അതുപോലെ കലക്സൊക്കെ കലക്കിയിട്ടുള്ള ലൈൻ. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വാരി വെക്കാം കേട്ടോ. വാരി വെച്ചിട്ട് നമുക്ക് മാവിലേക്ക് വെട്ടി കൊടുത്തിട്ട് നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇരുട്ട് റൂമിലൊന്ന് സ്റ്റോർ ചെയ്യാനുണ്ട്. നന്നായിട്ട് മുളയൊക്കെ വരും. നന്നായിട്ട് ഞാൻ ചാണകപ്പാൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഒത്തിരി ലൂസായിട്ട് നമ്മൾ കലക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ പിടിക്കില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ കട്ടിക്കാണല്ലോ കലക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൈകിട്ട് മഴയാണോന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് വാരി വെക്കാം. ഇതേപോലെ മുക്കി വെച്ചാൽ നമ്മുടെ ഇഞ്ചി വിത്തൊക്കെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നടാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് കേടോ കാര്യങ്ങളൊന്നും വരില്ല. ഒരുവിധ രോഗങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇഞ്ചിയിൽ വരുന്നത്. അയ്യോ നമ്മുടെ ആവണിക്കുട്ടി ഗായ്സ് നമുക്ക് ഇപ്പം തന്നെ പണി തന്നേനെ. ആണ് വെള്ളമൊക്കെ എടുത്ത് കുറച്ച് നേരമായിട്ട് തുടങ്ങിയിട്ട് ഞങ്ങളിവിടെ വണ്ടികൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു വണ്ടി ഞങ്ങൾ കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് നനഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അവൾ അതിലേറെ ഉപരി കുളിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒഴിക്കല് നമ്മൾ ഉണക്കിയെടുത്തല്ലേ പൊന്നാ. കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് വാരി എടുക്കട്ടെ. ആവണിക്കാരെ നമ്മുടെ ആവണിക്കുട്ടി നൈസായിട്ട് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആവണിക്കുട്ടി വരുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് വാരി തീർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ ഇരട്ടി പണിയാവും. അപ്പോൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒഴിച്ചിട്ടുള്ള ആ മരുന്നും കാര്യങ്ങളും ഫുള്ള് തന്നെ പോവുമല്ലോ. അതിന് മുന്നേ നമ്മളിവിടെ പൂച്ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അവൾ ഫുള്ളായിട്ട് നനഞ്ഞ് കുളിച്ച് കിടക്കണം. അപ്പം അവൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഫുള്ള് നനഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ അവൾ ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ ന്യൂസ് വാങ്ങിയിരിക്കും. പിന്നെ കുട്ടികളല്ലേ, അപ്പം അവർക്ക് ഇതൊക്കെ ഒരു രസമായിരിക്കുമല്ലോ. അതാ കഴിയാനപ്പോൾ ഞാനൊരു മീൻ പെട്ടിയിലാട്ടോ അതൊക്കെ വാരിയിടുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഒരു ഇഞ്ചി വിട്ട് ഉണങ്ങിയത് ഞാൻ എന്താ വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പരിപാടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ മാവിലൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കാണാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ മഴ കിട്ടുന്നുണ്ടെങ്കിൽ ഗൈസ് നോക്ക് നമ്മുടെ ഈ ഒരു തറയുടെ സൈഡിൽ കൂടെ ഒക്കെ ഒരു പെയിൻ്റ് അടിച്ച ഭാഗത്തൊക്കെ നോക്ക് അത്യാവശ്യം നല്ല ചെളിയൊക്കെ തെറിച്ച് കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങ് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ.
അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവച്ചില്ല കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഹെൽത്തി ആയതിനു ശേഷം ഒന്ന് മാറ്റി നടാന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് അങ്ങ് വെച്ചിരിക്കുവാണേ. ഇത് തന്നെ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതായത് ഇടയ്ക്ക് മണി പ്ലാന്റും ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വേറെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് നമ്മളിതൊന്ന് കൊണ്ടൊന്ന് മാറ്റി വെക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഗൈസ് ഞാനിവിടെ ഒരു കോട്ടൺ എടുത്തിട്ട്, അപ്പോൾ ഒരു കോട്ടണിൽ നന്നായിട്ട് നമ്മൾ സോപ്പ് വാതം എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ സോപ്പ് പൊടി ഉണ്ട്. സോപ്പ് പൊടി നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഉരച്ച് തുടങ്ങിയതേ ഉള്ളൂ സ്വത്തു. നന്നായിട്ട് നമുക്കിത് ഉരച്ചിട്ട് വേണം നമുക്കിവിടെ കഴുകി വിടാം. ചെളി പോണ്ടേ? അയ്യോ അവിടെ അടുത്ത പണി നമുക്ക് ഒപ്പിച്ച് തരുന്നുണ്ട്. മറിക്കും അമ്മ തേച്ചിട്ട് നിന്നെ വിളിക്കാം കേട്ടോ വെള്ളം ഒഴിക്കാൻ. ഇത് ഒരിക്കൽ സമ്മതിക്കില്ലല്ലോ ആവണിക്കുട്ടി. ഗൈസ് ഇതാ നമ്മുടെ ആവണിക്കുട്ടീൻ്റെ ഇടയ്ക്ക് ഓസും കൊണ്ട് വന്നിട്ട് ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് തീർക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു സൈഡിൽ നിന്ന് എന്നെയും നനയ്ക്കുന്നുണ്ട്. അമ്മ കുളിച്ചതാ, നീ എന്നെ നനയ്ക്കുവാ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് സോപ്പ് നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ ആ ഒരു ചെളി തെറിച്ചൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഒരു സോപ്പ് വന്നിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ആവണിക്കുട്ടി ഒരു ഗ്യാപ്പ് തരുന്നില്ല കേട്ടോ. അതിന് മുന്നേ ഓസ് എടുത്തതാ വെള്ളം കഴുകാൻ തുടങ്ങിയിട്ട്. അയ്യോ ആവണിക്കുട്ടി കുറച്ച് നേരമായി തുടങ്ങിയിട്ടേ. അമ്മയ്ക്ക് എടുത്ത് വെക്കിട്ടോ. അമ്മയിപ്പോൾ എടുത്ത് വെക്കിയ ഓസ് ഇപ്പോൾ നിർത്തും. തനക്കി ഇതാ ഇവിടെയൊക്കെ കഴുകി. ഇവിടെയൊക്കെ അമ്മ വരച്ച് കഴിഞ്ഞതാ. കഴുകി വിട്. അവിടെ കഴുകി വെള്ളം ഒഴിക്കി. അത് എൻ്റെ ആവണിക്കുട്ടി വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഹെൽപ്പ് മാത്രമല്ല ഇരട്ടി പണികളും ഉണ്ടാക്കി തരുന്നുണ്ട്. ഇഞ്ചി വിത്ത് നനയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു അല്ലേ ആവണിക്കുട്ടി ഓസും എടുത്തിട്ട്. അയ്യോ കുളിപ്പിക്കാനല്ല. ഇപ്പൊ വെള്ളം ഒഴിക്കണ്ട കുഞ്ഞാ. വരച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. നമ്മുടെ ഈ ഒരു തറയുടെ ഭാഗം കുറച്ച് ഡിസൈൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പുകളിലൊക്കെ ചിലപ്പോൾ ചെളിയൊക്കെ കെട്ടിക്കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കോട്ടൻ്റെ സൈഡ് വെച്ചിട്ടാണ് ഞാൻ അവിടെ കൂടി നന്നായിട്ട് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സോപ്പ് പൊടി ഇട്ട് കഴുകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ടേ. ശുശു എവിടേക്കാ വൃത്തിയാക്കണേ. അങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വിടാം. അത് സോപ്പ് പൊടിയുടെ അംശം എവിടെയും നിൽക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ഉരച്ചൊരച്ച് കഴുകാം. എന്നിട്ട് നമ്മൾ കഴുകിട്ട് പോന്നാ കഴുകിട്ട് ഇവിടേക്ക് ഉരയ്ക്കാനാ? ശരി നന്നായി ഉരയ്ക്കാനാണ് ആള് പറയണത്. എന്തായാലും കുറെ നേരമായാലും എന്നെ കൊണ്ട് വരപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ വന്ന് ഉരച്ചേ വാ. അതാ ഇവിടെ അല്ലേ സോപ്പ് പത. അവിടെ വരയ്ക്കണോ? അമ്മ അവിടെ വരച്ച് കൊടുത്തു. അതായത് ഉള്ളിലേക്കൊക്കെ വെള്ളം പോയിട്ട് ഫുള്ളായിട്ട് ഇവിടെ നന്നായിട്ട് ആ ഒരു സോപ്പ് പതയൊക്കെ ഇട്ട് ഉരച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചില കൂട്ടുകാർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പെയിൻറ്റ് അടിച്ച് വെക്കാം. അപ്പോൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് നമ്മൾ ഈ സോപ്പ് പത എന്തെങ്കിലും ഇട്ടിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു പെയിൻറ്റിന് എന്തെങ്കിലും ഒരു ഡാമേജ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം ആ പെയിൻറ്റ് ഒരു തുള്ളി ഒന്നും അനങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലൈസിങ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പരിപാടി ഈ ഒരു തറ ഈ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എന്നാലും അതൊന്നും ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും നമ്മുടെ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സോപ്പ് പൊടി തൊഴിൽ ഇങ്ങനെ വെതറി കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗം ഫുള്ള് നമ്മുടെ ആവണിക്കുട്ടി വെള്ളമാക്കി വെച്ചിരിക്കുവാണേ. അപ്പം ഇനി വെള്ളമാവാത്തൊരു ഭാഗത്ത് കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ചൂട് നന്നായിട്ട് അടിക്കുമ്പോൾ അതിലുള്ള ഒരു ചെളിയും നമ്മൾ ഇന്നലെ നമ്മുടെ ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് മുക്കിയിട്ട് ഇവിടെയാണല്ലോ ഉണക്കായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് നിന്ന് പൊക്കോളും. ഇതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ആവണിക്കുട്ടി ഫുള്ളായിട്ട് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തൊരു പരിപാടി നമുക്ക് കുളിക്കണം അല്ലേ ആവണിക്കുട്ടി? ഇത് സോപ്പിടേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുക. അത് നന്നായിട്ടൊന്ന് ചൂല് വെച്ച് അടിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാം. ഒഴിക്കല്ലേ പൊന്നാ?
കുറച്ച് നേരം നന്നായിട്ട് നനച്ച് സോപ്പ് പതയൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ച് ആ ഒരു മണ്ണും ചെളിയൊക്കെ ഒന്ന് ഇളക്കിയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ച് കളയാം. എന്തോ ഈ ബക്കറ്റിൽ വെള്ളം പിടിക്കും. നമ്മുടെ കുട്ടി ഈ ബക്കറ്റിൽ വെള്ളം പിടിക്കും. നമ്മ ഇവിടെ അടിക്കുമ്പോഴത്തേന് ഈ ബക്കറ്റിൽ നിറയ്ക്കണേ. ഒരു സൈഡിലേക്ക് നിന്നോ കുട്ടികളായിട്ട് അടിച്ചു വൃത്തിയാക്കായിരുന്നു. ഇങ്ങോട്ട് വാ ഇവിടേക്ക് വാ. ഇവിടെ നിന്ന് നനയ്ക്കും. നമ്മൾ അടിച്ചിട്ട് കളയുന്നതിനേക്കാളും സോപ്പ് നന്നായിട്ട് പോകുന്നത് ഇതേപോലെ ബക്കറ്റ് ഫുള്ളായിട്ട് പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും അതിന് ശേഷം ഒന്ന് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടിയേക്കണേ. അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഇടുക. അപ്പോൾ അതുകൊണ്ട് എനേബിൾ ചെയ്ത് നമ്മൾ എടുത്ത വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.